ഇയാളുടെ പടം കണ്ടിട്ട് ഞാനിപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിലാണേ. അപ്പം പടം കണ്ടിട്ടങ്ങ് ഒരാൾ കരഞ്ഞ് കണ്ണീരടിച്ച് ഒരു സെയിൽസ് പെങ്കൊച്ച് എന്നെ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഒരു വാക്ക് എനിക്ക് മിണ്ടാൻ തരണേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പൊ എനിക്ക് പക്ഷെ നിങ്ങളെപ്പോലെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനൊന്നും എനിക്ക് പൈസ ഇല്ല. ചേച്ചി എനിക്ക് കുറച്ച് പൈസ തരാൻ പറ്റുമോ? മേക്കപ്പ് ചെയ്യാനോ? ആ മേക്കപ്പ് ചെയ്യാൻ പൈസ തരാൻ പറ്റത്തില്ല. ആണോ? പ്ലീസ്. പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് പറയുന്നുണ്ട്, ഈ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷനിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇവിടെ ആരും അത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ചെന്നപ്പോൾ തന്നെ അവരെല്ലാം എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു വളരെ സൂക്ഷിച്ചേ ഇറങ്ങാവും. ഇത് നിങ്ങൾക്ക് പൈസ നാളെ തിരിച്ചു കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് തിയേറ്റർ കിട്ടണമെന്ന് എന്ത് നിർബന്ധം സിനിമ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ പൈസയ്ക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. നർമ്മരസങ്ങളും മഞ്ജു ചേച്ചി ഫുൾ അതിനകത്ത് ഇത്തിരി കൗണ്ടർ പറയാൻ കുറവ് അനന്യ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അവരുടെ കൂടെ ചേച്ചി കട്ടയ്ക്ക് പിടിച്ച് നിൽക്കാൻ അവരൊക്കെ തോറ്റ് തൊപ്പിയിട്ട് എന്ത് ചെയ്യാൻ അവര് അടുത്തൊന്നും അവര് നിൽക്കൂല. അവര് സാഷ്ടാംഗം നമുക്ക് ഈസി ആയിട്ട് ഇടപെടാവുന്ന ഒരു മേഖലയൊന്നുമല്ല സിനിമ. ഒന്ന്. രണ്ടാമത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പലചരക്കുകൾ തുടങ്ങാൻ വേണ്ടി നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ മുടക്കിയാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു 80% വിറ്റ് കിട്ടുമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ 4, 5, 10 ഒക്കെ കോടി മുടക്കിയെടുക്കുന്ന സിനിമയ്ക്ക് എന്ത് ഗ്യാരണ്ടിയുള്ളേ? ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ദ ക്രൂവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ദ ക്രൂവില് എന്നോട് കൂടെയുള്ളത് ആരാന്നറിയാവോ? വീണ്ടും ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരുടെ ഇടയിൽ തന്നെ നിന്നിട്ടാണോ ഈ എപ്പിസോഡ് എടുക്കണേന്ന് നിങ്ങൾക്ക് തോന്നും. അത് എൻ്റെ തന്നെ നാട്ടിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പാലായിൽ എന്ന് പറയുമ്പോൾ പാലയെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ആൾക്കാർ ഇന്നിപ്പോൾ ഫിലിം ഫീൽഡിൽ തന്നെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വർഗം എന്ന പുതിയ ചിത്രത്തിലൂടെ നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് പുതിയതായിട്ട് കാലെടുത്ത് വെച്ച പ്രൊഡ്യൂസറും നല്ലൊരു ഗാനരചയിതാവും ഒരു ആക്ടറും എല്ലാമായ ഡോക്ടർ ലിസി ഫെർണാണ്ടസ്. എന്റെ ഞങ്ങളൊക്കെ ഒരേ നാട്ടാണ്, പാലയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നന്മ മരങ്ങളാണ് നമ്മളെല്ലാവരും, അല്ലേ? അല്ലേ? നല്ല മനസ്സുള്ള ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് സിനിമയ്ക്ക് തന്നെ ഇത്ര ഐശ്വര്യപൂർണമായ ഒരു പേരിട്ടിരിക്കുന്നത് സ്വർഗം. എന്തുകൊണ്ടാ ചേച്ചി ആ പേരിടാൻ കാരണം? ആദ്യം തന്നെ നിങ്ങളുടെ ക്രൂവിനെ എല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കത്തോണ്ട് സംസാരിക്കാൻ തുടങ്ങാം. കാരണം നമ്മുടെ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ക്രൂ കാണിച്ച നല്ല മനസ്സിനെ ഞാൻ ഓർക്കുകയും ചെയ്യുന്നു. അതുപോലെ എൻ്റെ നാട്ടുകാരി കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ജനിച്ചിട്ടൊരു 10 വയസ്സ് തുടങ്ങി ഇതേ മുഖത്തിലാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ എന്നെക്കാളും അതെ പ്രായം കൂടുതലാണെന്ന് എനിക്കറിയാം. ഈ മുഖത്തിനൊരു മാറ്റം വരാത്തതിന്റെ സർവ്വ ഒരു പരിധിയുണ്ട്. എന്നാലും പരിധിയുണ്ട്, പറഞ്ഞു തരില്ല. അപ്പൊ പോട്ടെ, എന്താണെന്ന് ക്ഷമിച്ചു. പക്ഷേ ഇങ്ങനെ എന്താണ് സൗന്ദര്യമൊക്കെ കീപ്പ് ചെയ്ത് ഞങ്ങളുടെ നാടിന്റെ എവിടെ ചെന്നാലും എല്ലാ മേഖലയിലും ഈ മുഖം ഉണ്ട്. അപ്പൊ അതിനെ നന്ദിയോടെ ഓർത്തോണ്ടിട്ട് സ്വർഗം പറയാം. സ്വർഗം ജനഹൃദയങ്ങളെ ഏറ്റെടുത്തു. ഇപ്പൊ തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ്. അതെ, 2ാം വാരത്തിലേക്ക് കടക്കുന്നു. അതിനേക്കാൾ ഉപരി ഇതൊരു കുടുംബ ചിത്രം ഇന്നത്തെ കാലത്ത് ഏക്കുമോ, അല്ലെങ്കിൽ കുടുംബ ചിത്രത്തിന് വിലയുണ്ടാകുമോ, ഇങ്ങനത്തെ പാട്ടുകൾ നടക്കുമോ എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ നടക്കുന്നതാണ് നമ്മള് ഈ ഇങ്ങനൊരു സിനിമ. അതെ, ഇങ്ങനെയൊരു സിനിമ എടുത്തത്. പക്ഷേ അതിന് ജാതി മത ഭേദമന്യേ കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന, പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ്. തലശ്ശേരി ഭാഗത്തൊക്കെ നല്ല എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ കൂട്ടമായിട്ട് പോയി സിനിമ കണ്ടിട്ട് നമ്മളോട് പറയുന്നത് നല്ല പാട്ടുകൾ എന്നൊക്കെ. അപ്പം എനിക്ക് എന്തൊരു സന്തോഷമായി. നമ്മളുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സംഗീതമാണ്. അവിടെ നിന്നിട്ട് നമ്മുടെ പാട്ട് നല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷമുണ്ട്. പിന്നെ സിനിമ എല്ലാ മേഖലയിലുള്ള യുവജനങ്ങൾ കയറിയാലെന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു. ഇങ്ങനത്തെ കുടുംബ സിനിമയ്ക്ക് യുവജനങ്ങൾ കയറിയല്ല, അവരെയും ഉൾപ്പെടുത്തിയ നല്ല യുവജനങ്ങൾക്കും കൂടെ പറ്റുന്ന തീം ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ അവരുടെ കുടുംബത്തോട് അവർക്ക് സ്നേഹം തോന്നേണ്ട കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അവരെ കരുതേണ്ട അപ്പന്റെയും അമ്മയുടെയും ചില സ്ഥലങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം യൂത്തിന് വേണ്ടിയും കൂടെ ഈ സിനിമ. ഇത് മാതാപിതാക്കന്മാർക്ക് വേണ്ടിയുള്ള സിനിമയല്ല, ഇത് കുടുംബത്തിന് വേണ്ടിയാണ്. യൂത്തിന് ആഘോഷിക്കാനുള്ളതുണ്ട്, കുടുംബത്തിന് ആഘോഷിക്കാനുള്ളതുണ്ട്. അതുപോലെ ഒരു അപ്പൻ
ഈ ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കാനുള്ളതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ചെറിയ സിനിമ. അവകാശവാദം വലിയതല്ല, പക്ഷെ ഒരു നല്ല ഫീൽ ഗുഡ് മൂവി. അതാണ് സ്വർഗം. ഓക്കെ. പക്ഷെ എന്നാൽ ഇപ്പം നമ്മുടെ തിയേറ്ററുകളിൽ ഒരുപാട് പാൻ ഇന്ത്യൻ മൂവീസ് വരുന്നു, മസാല മൂവീസ് വരുന്നു, ഭയങ്കര കമേഴ്ഷ്യൽ മൂവീസ്, അങ്ങനെയൊക്കെ ഒരേപോലെ ഇപ്പൊ റിലീസായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി പറഞ്ഞ പോലെ ഒരു ചെറിയ മൂവി, പക്ഷെ എന്നാൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ലൊരു കുടുംബ ചിത്രം എന്ന് പറഞ്ഞ ഈ സ്വർഗം നിങ്ങൾ അതിലേക്ക് ഈ ഒരേ സമയത്ത് തന്നെ അങ്ങ് എത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എത്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലായിട്ടും പലരും പറയുന്നുണ്ടാവും ഈ ഒരു സമയത്ത് റിലീസ് ചെയ്താൽ എങ്ങനെയാ, അല്ലെങ്കിൽ ഈ കഥ നിങ്ങൾ ആക്കി കഴിഞ്ഞപ്പോൾ ഇത് ഇത്ര ഭയങ്കര മസാല മൂവീസ് ഒക്കെ ആണല്ലോ ഇപ്പോൾ തിയേറ്ററിൽ, മാസ് മൂവീസ് ഒക്കെയാണ്. അപ്പൊ ആ മാസ് മൂവിയുടെ ഇടയിൽ നമ്മുടെ സിനിമ അങ്ങ് ഒന്നും അല്ലാണ്ടായിട്ട് ഒതുങ്ങി പോകുമോ? അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സംശയങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നോ നിങ്ങൾക്കും? ഇയാൾ എന്നെ ഒരു 2 കൊല്ലം മുമ്പത്തെ ഒരു ഫോട്ടോ എടുത്തു നോക്കുക, ഇപ്പത്തെ ഒരു ഫോട്ടോയും കൂടെ എടുത്തു നോക്കുക, നിങ്ങൾക്ക് തന്നെ പാവം തോന്നും. ഞാൻ ഇതിലൊക്കെ ഭയങ്കര ഭംഗിയായിട്ടിരുന്നായിരുന്നു. ആണോ? അതെ. മുഖമൊക്കെ എല്ലാം ക്ഷീണിച്ചിട്ടുണ്ട്, കണ്ണൊക്കെ കുഴിഞ്ഞിട്ടുണ്ട്, മൊത്തത്തിൽ ഞാനൊന്ന് അവശതയായിട്ടുണ്ട്. അപ്പൊ ചില്ലറ ടെൻഷൻ അല്ല അനുഭവിച്ചിരിക്കുന്നത്. അല്ല, ഇതിനെ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. നമുക്ക് ഈസി ആയിട്ട് ഇടപെടാവുന്ന ഒരു മേഖലയൊന്നുമല്ല സിനിമ, ഒന്ന്. രണ്ടാമത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പലചരക്കുകൾ തുടങ്ങാൻ വേണ്ടി നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ മുടക്കിയാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു 80% വിറ്റ് കിട്ടുമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ 4, 5, 10 ഒക്കെ കോടി മുടക്കിയെടുക്കുന്ന സിനിമയ്ക്ക് എന്ത് ഗ്യാരണ്ടിയുള്ളേ? എന്ത് ഗ്യാരണ്ടി എവിടെയുള്ളത്? അതായത് ബാക്കി ആർക്കും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല. ഇന്നലെ വേറൊരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു അഭിനയിച്ചല്ലോ എന്നാണ്. ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ എന്നാ ബുദ്ധിമുട്ട്? അഭിനയിക്കാനൊന്നും ഒരു എന്താ പറയുക, അത് വലിയ ഇടിയും മഴക്കും കുത്തും ഒക്കെ ഉള്ള റോളുകൾ അഭിനയിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ട് കാണും. ഒരു ലേഡിയെ സംബന്ധിച്ച് ഒരു കുടുംബകഥ ഇങ്ങനെ തന്നിട്ട് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചു പാത്രം കഴിക്കൊണ്ട് വന്നു പറഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നം, പാത്രം കഴിക്കേണ്ടി വരും. ഇത് അഭിനയം എന്ന് പറയുന്ന സാധനം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല വലിയ ഭാരമുള്ളതാണ്. അതിന് കഴിവുള്ളവർക്ക് കേട്ടോ, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കഴിവുള്ളവരാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരികയില്ല. എനിക്ക് അതിന് വലിയ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഭിനയിക്കാൻ വലിയ സംഭവമല്ല. പക്ഷേ പ്രശ്നമോ അല്ലെങ്കിൽ ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ചാനൽ നോക്കിയിരുന്ന് കാണുന്ന മനുഷ്യർ ഒത്തിരി ഉണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. ഇത് കാണുന്ന ആയിരക്കണക്കിന് മനുഷ്യരുമുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. അവരെല്ലാവരും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു യാത്രയിൽ എനിക്ക് മനസ്സിലായ സാധനം ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്നതും വിഷമിക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പ്രതികൂലങ്ങളിൽ കിടന്ന് ഇഷ വരയ്ക്കുന്നതെല്ലാം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളാണ്, വേറെ ആരുമല്ല. എൻ്റെ കൂടെയാണ് 15 എൻ്റെ കൂട്ടുകാരും കൂടെ ഉണ്ട്. ഞങ്ങൾ 15 പേരോടെ ചേർന്ന് നല്ല സിനിമകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ നോക്കി ഇതെങ്ങനെയാണ് ഇത് പോകുന്നത്, ഇതിൻ്റെ വഴി എന്നാണ്, നമുക്കൊരു സിനിമ എടുക്കണം നല്ലതെന്ന് ഓർത്താണ്. അവർ ചിലപ്പോൾ ഒരു 5 or 6 വർഷം അധ്വാനിച്ച പൈസയാണിത്. അപ്പോൾ അല്ലെങ്കിൽ 2-3 വർഷം നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്തുള്ള ആളാണ്, എത്ര ബുദ്ധിമുട്ടുണ്ട് അവിടെ ഓരോ രൂപയും സൂക്ഷിക്കാൻ നമുക്കറിയാം. ഇത് വലിയ കോടീശ്വരന്മാർക്കോ അല്ലെ വലിയ ബിസിനസ്സുകാർക്കോ ഒക്കെ സിമ്പിൾ ആയിട്ട് തോന്നും, അവർക്കത് പ്രശ്നമല്ലായിരിക്കും. പക്ഷെ ഇടത്തരംകാരിറങ്ങിയിട്ട് നല്ല കലാമൂല്യമുള്ള ഒരു സിനിമ എടുക്കണമെന്ന് ഓർത്തിട്ട് അതിനുവേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങിയാൽ ഈ സമ്പത്ത് തിരിച്ചു കിട്ടുന്ന എന്ത് ഗ്യാരണ്ടിയുള്ളേ? അത് ജനം സ്വീകരിച്ചില്ല എന്ത് ചെയ്തേനെ? നമ്മൾ ആരോട് പറയും? ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഇതിനകത്ത് ഒത്തിരി പ്രതിസന്ധികളുണ്ട്, അതിപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഇവിടെ ഓടിയാലേ OTT എടുക്കൂ, OTT നേരത്തെ പോലെ എടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഇതിൻ്റെ എല്ലാം ഉണ്ട്. അപ്പം ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു മേഖലയിൽ നിന്ന് 1 വർഷത്തിന് മുകളിൽ അധ്വാനിച്ചാലേ ഒരു കുഞ്ഞു സിനിമ പോലും ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ പോയ വഴിയാണ് ഞാനീ പറയണേ. ഇതിനകത്ത് യാതൊരു നുണയും എനിക്ക് പറയേണ്ട കാര്യമില്ല. നമ്മളുടെ കയ്യിൽ നമ്മളോട് പറഞ്ഞ ബഡ്ജറ്റിൽ നിന്ന് എന്നാണേലും കൂടും. ഒന്ന്, നമ്മൾ സൂക്ഷിച്ചു വെച്ച ബഡ്ജറ്റിൽ നിന്നൊക്കെ മാറി വരും. ആ മാറി വരുമ്പോൾ നമുക്ക് പൂർത്തീകരിക്കാതിരിക്കാൻ മേലാതെ വരും ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച്. ഇതുകൊണ്ട് തിയേറ്ററിൽ എത്തിക്കാൻ മേലാതെ ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രയാണം എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ്. ഒന്ന്. രണ്ടാമത് ഷൂട്ടിംഗ് ടൈമിന് ഞാൻ എല്ലായിടത്തും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു പ്രകൃതി ഒന്ന് ഉപദ്രവമായാൽ പോലും ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ പോകും. മഴ വന്നാൽ പോയി, അല്ലെങ്കിൽ അന്നൊരു മെയിൻ ആർട്ടിസ്റ്റിന് പനി വന്നാൽ പോയി, ക്യാമറാമാൻ എന്തെങ്കിലും അസുഖം വന്നാൽ പോയി. ഇങ്ങനെ എന്തോരം 100-150 പേരെയും കൊണ്ടുള്ള ഒരു മാസത്തെ യാത്ര, മിനിമം 1 മാസം കൊണ്ട് ഷൂട്ടിങ് തീരുള്ളൂ. പിന്നെ ഡബിങ്, എഡിറ്റിങ്, ലാബിങ്, കളറിങ്, ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞ് വേറൊരു കാലഘട്ടം. ഇതും കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വരുന്നതിന് വേണ്ടിയുള്ള വേറൊരു കാലഘട്ടം. ഇത് വന്നു കഴിഞ്ഞാൽ ജനം സ്വീകരിക്കുക എന്നുള്ള വേറൊരു കാലഘട്ടം. ഇത് നോട്ട് സിമ്പിൾ. അതുകൊണ്ട് ആസ് എ പ്രൊഡ്യൂസറാണ് ഏറ്റവും റിസ്ക് ഉള്ള വ്യക്തി. ബാക്കി എല്ലാവരും പൈസ മേടിച്ച് അവർ വീട്ടിൽ പോകും, അവരുടെ പണി കഴിഞ്ഞു. സത്യമാണ് ചേച്ചി പറയുന്നത്. ആർട്ടിസ്റ്റുകളും പോയി, ടെക്നിക്കൽ ഒരു സാലറിയാണ്, അവരൊക്കെ എല്ലാവർക്കും സാലറി കിട്ടി, അവർ പണി കഴിഞ്ഞു, അവർ പോയി, അത്രേ ഉള്ളൂ. ഇനി അതിനേക്കാൾ ഉപരി ഒരു പക്ഷേ ഇന്നയാളുടെ പേരിൽ ഇന്ന സംഭവം നിങ്ങൾ പേരും വരും, അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഇന്നയാളുടെ പാട്ട് പക്ഷെ ഈ പാട്ടുണ്ടാകണമെങ്കിൽ ആരുടെ പൈസ വേണം?
അപ്പോൾ ഏത് സിനിമ ആരെടുത്താലും നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അധ്വാനിച്ച പണമാണെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രൊഡ്യൂസറിനെ നിലനിർത്താനാണ് ഇവിടുത്തെ എല്ലാ ചാനലുകാരും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാ മീഡിയക്കാരും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാ കലാസ്നേഹികളും ശ്രദ്ധിക്കേണ്ടത്. ഒത്തിരി പണം ഉണ്ടായിട്ട് ഇതിനു വേണ്ടി ചുമ്മാ കളയാൻ റെഡിയാവുന്നവർക്ക് പ്രശ്നം വരികയില്ല, അല്ലാത്തവർക്ക് പ്രശ്നം തന്നെയാണ് ഈ ഫീൽഡ്. അപ്പൊ ചേച്ചി ഇന്നിപ്പോ ഒരു പ്രൊഡ്യൂസറായി നിൽക്കുമ്പോ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു എന്റെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തത് എല്ലാവരും എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ആക്ടേഴ്സിനെ പറ്റി അതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോണി ആന്റണി ചേട്ടനും മഞ്ജിപ്പള്ളി, അജു വർഗീസും അനന്യയും, പിന്നെ ചെറിയ റോളുകളിലായിട്ട് കുറച്ച് വിനീതായിട്ടില് സിജോയ് വർഗീസ് എൻ്റെ നല്ലൊരു സുഹൃത്തും കൂടെയാണ്. അദ്ദേഹത്തോടാണ് ഞാൻ ആദ്യം ദുബായിലുള്ളതായിരുന്നു, നമ്മളെല്ലാം ഫ്രണ്ട്സ് ആണ്. അത് തന്നെ. അപ്പം സിജോയോടെ ഞാൻ ഈ കഥ ആദ്യം പറയുന്നത്. അപ്പൊ അദ്ദേഹം അതിന്റെ റിസ്ക് ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരാരും എന്താ പറയാ, എനിക്കൊരു 10 പൈസ നഷ്ടപ്പെടുത്തണമെന്ന് ഓർത്ത് അവരൊന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ കഴിവിന്റെ പരമാവധി അവരെന്റെ കൂടെ നിൽക്കുകയും, മഞ്ജു പിള്ളയൊക്കെ ആണെങ്കിൽ എത്ര സഹകരിക്കാമോ അതുപോലെ. ജോണി ആന്റണി ചേട്ടനാണെങ്കിൽ പറഞ്ഞതിൽ നിന്ന് അല്പം കൂടെ ചേച്ചി പൈസ കൂടി പോയല്ലോ ബഡ്ജറ്റ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറയ്ക്കാമെന്ന് പറയുന്ന കുറച്ച് ആളാണ്. അജു ആണെങ്കിലും ഓരോ മണിക്കൂറും എന്നോട് പറയും ചേച്ചി ഇത് തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടും, അതുകൊണ്ട് അത് സൂക്ഷിച്ചു. അപ്പം ഞാൻ പരിധി വരെ നമ്മുടെ ബന്ധങ്ങളെല്ലാം കൂർത്തിണക്കിയും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പലതും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ചേച്ചിയുടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് വേറെ 15 പേരുണ്ടെന്നും പറഞ്ഞു. പക്ഷെ ഈ ഒരു കംപ്ലീറ്റ് മൂവിയുടെ സമയത്ത് ഇതിനകത്ത് ഫുള്ളായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത് ചേച്ചി മാത്രമാണോ? അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരും ചേച്ചിയുടെ പുറത്താണ്, പുറത്തുള്ള ഫ്രണ്ട്സ് ആണ്. അതെ അതെ അതെ. അവർ ഓരോ രാജ്യങ്ങളിലാണ്. അവർ ഇടയ്ക്ക് 1-2 പേര് വന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ നിന്ന് കാര്യങ്ങൾ മുഴുവൻ ചെയ്യേണ്ടിരുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ ആ 15 പേര് കുറച്ച് 3 പേര് ഓസ്ട്രേലിയയിൽ നിന്നാണ്, രഞ്ജിത്ത്, ജോൺ, അതുപോലെ തന്നെ ബേബി ചന്ദ് പറഞ്ഞ 3 പേര് ഓസ്ട്രേലിയ. ബാക്കി മിഡിൽ ഈസ്റ്റ് ആണ് കൂടുതലും. എൻ്റെ സുഹൃത്തുക്കളാണ് മാത്തച്ചായൻ, വർഗീസ് തോമസ്, അതുപോലെ തന്നെ മനോജ്, വിപിന്, അങ്ങനെ. പിന്നെ നമ്മുടെ റോമിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് സിബി മാണി. ഇങ്ങനെ 15 പേരും പല സ്ഥലങ്ങളിൽ, ജോർജ് കുട്ടി മസ്കറ്റിൽ നിന്ന്, അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ച്. എൽസമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത്. ഇവരൊക്കെ നമ്മുടെ നാട്ടുകാരാണോ അതോ അവിടെ വെച്ചിട്ടുള്ള ഒരുമിച്ച് വർക്ക് ചെയ്ത പരിചയമാണോ? ഇത് ഞാൻ പല രാജ്യങ്ങളിൽ പല കാര്യങ്ങൾക്കും മ്യൂസിക് പ്രോഗ്രാമുകൾക്കും ഞങ്ങളുടെ ക്ലോസ്ഡ് ബന്ധങ്ങളാണ്. വർഷങ്ങളായി 10-20 വർഷമായ 15 വർഷമായ ബന്ധങ്ങൾ തന്നെയാണ്. ചേച്ചി എന്നിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തോ? എല്ലാം എടുത്തു. പിന്നെ അതൊക്കെ എല്ലാ നിയമപരമായ കാര്യങ്ങളും ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഫസ്റ്റ് അഡ്വാൻസ് പോലും കൊടുത്തത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അസോസിയേഷനിൽ തന്നെയും പറയുന്നുണ്ടല്ലോ ചേച്ചി, സ്ത്രീകള് ഇപ്പൊ തന്നെ നമ്മുടെ സാൻഡ്ര തോമസ് പറയുന്നുണ്ട്, പ്രൊഡ്യൂസർ സാൻഡ്ര തോമസ് പറയുന്നുണ്ട്, ഈ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷനിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇവിടെ ആരും അത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അതിന് നല്ലൊരു കരുതലോടുകൂടി അതിന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല എന്നൊക്കെ സാന്ദ്ര ഇപ്പൊ തുറന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ചേച്ചി ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇപ്പൊ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇതിനകത്തെ കുറെ കാര്യങ്ങൾ ചേച്ചിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ലിസി എന്ന് പറയുന്ന താങ്കൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എന്താണ് ചേച്ചിക്ക് ഇതിനകത്തൊന്ന് മനസ്സിലായത്? എനിക്ക് അങ്ങനെ ഒന്നും അതായത് 2 കാര്യങ്ങളാണ്. ഒന്നാമത് ഞാൻ ഒരു സിനിമയല്ലേ ചെയ്തുള്ളൂ, എന്നാലും ഇത്രയും നമ്മുടെ ഒരു പരിചയം. ഞാൻ അതിനകത്ത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ആദ്യം പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ചെന്നപ്പോൾ തന്നെ അവരെല്ലാം എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു വളരെ സൂക്ഷിച്ചേ ഇറങ്ങാവൂ, ഇത് നിങ്ങൾക്ക് പൈസ നാളെ തിരിച്ചു കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. രണ്ടാമത്തെ കാര്യം, ഏറ്റവും രസം അതൊന്നുമല്ല, അന്ന് ഞാൻ ഇത് ആലോചിക്കുന്ന സമയത്ത് തിയേറ്ററുകൾ പലതും പൂട്ടിപ്പോവുക, അടയ്ക്കുമായിരുന്നു. ഞാൻ തീരുമാനിക്കാൻ തുടങ്ങിയപ്പോൾ 2 കൊല്ലം കഴിഞ്ഞില്ലേ. അപ്പൊ സിനിമകൾ കുറഞ്ഞത് കൊണ്ടും ഈ പറഞ്ഞ കൊറോണയും വിമർശനവും എല്ലാം കഴിഞ്ഞത് കൊണ്ടും നല്ല സിനിമ വരാത്തോണ്ടൊക്കെ തിയേറ്ററുകൾ പലതും അടയപ്പെടുമോ, പലതും തുറക്കുന്നില്ല, ആള് കേറുന്നില്ല തിയേറ്ററിൽ. ഇത് പറയുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ എന്നോട് അവർ ചൂണ്ടിക്കാണിച്ചു തന്നു, നിങ്ങൾ കണ്ടല്ലോ തിയേറ്റർ പലതും അടയുവാണ്, നിങ്ങൾക്ക് തിയേറ്റർ കിട്ടണമെന്ന് എന്ത് നിർബന്ധം സിനിമ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ പൈസയ്ക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. അത് ഞാൻ കണ്ട ആൾക്കാർ കേട്ടോ. ഞാൻ എൻ്റെ ടീമിൽ പോയി പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ വലിയൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾ പരിശ്രമിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ എന്നോട് ഓക്കെ നിങ്ങൾ ചെയ്യും, എങ്കിലും സൂക്ഷിക്കണം, പൈസ സൂക്ഷിക്കണം, പറയുന്നിടത്ത് നിൽക്കാതെ വരാം, അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ നിങ്ങൾ മാത്രമേ വിഷമിക്കാൻ കാണൂ. ഇതാണ് എന്നോട് പറഞ്ഞ വാക്ക്. അത് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. അത് മുമ്പേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി എല്ലാവരും അവരുടെ ജോലി കഴിഞ്ഞ് അടുത്ത ജോലിക്ക് പോകും. ഈ പൈസ തിരിച്ചു പിടിക്കേണ്ട റിസ്കോ അല്ലെ ഇതിന് എന്തെങ്കിലും നഷ്ടം വന്നാലത്തെ റിസ്കോ ഒരൊറ്റ പ്രൊഡ്യൂസറുടെ തലയിലാണ്. അപ്പൊ ആ ഒരു റിസ്ക് എന്നോട് നേരത്തെ തന്നെ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിക്കണം, വേണ്ട മുൻകരുതലുകളെല്ലാം എടുക്കണം എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പുതിയ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതെല്ലാം അസോസിയേഷൻ ക്ലിയർ ആക്കി പറഞ്ഞു തന്നിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് കേൾക്കുകയും ചെയ്തു. ഞാൻ അതിനനുസരിച്ചൊക്കെ പിന്നെ വർഷങ്ങളുടെ പരിചയമുള്ള പ്രൊഡക്ഷൻ കൺട്രോളും ഫിനാൻസ് കൺട്രോളിനും ഒക്കെ ഞാൻ വെച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഫിനാൻസ് കൺട്രോളിൽ ഒരാളാണ് ഷിജോ ഡൊമിനിക്. അദ്ദേഹത്തിനെ വെച്ചു. പ്രൊഡക്ഷൻ കൺട്രോൾ 10-25 വർഷമായിട്ട് സിനിമ ഫീൽഡിലുള്ള തോബിയാസ്,
അദ്ദേഹത്തിന്റെ സിനിമ വരെയാണ് ജോക്കറൊക്കെ അദ്ദേഹത്തിന്റെ സിനിമയാണ്. അത്രയും സിനിമയൊക്കെ എടുത്ത മനുഷ്യനും കഴിയും. അപ്പം നമ്മൾ അറിവുള്ളവര്, പിന്നെ ക്യാമറാമാൻ എസ് ശരവണൻ സാറ്, അദ്ദേഹത്തിന്റെ ക്യാമറ വർക്ക് ആണ് ഇന്ന് നമ്മുടെ സിനിമയുടെ ഏറ്റവും വിജയത്തിൽ നിൽക്കുന്ന ഒരു സാധനം. അതുപോലെ അദ്ദേഹം വർക്ക് ചെയ്തു. ഇനി നമുക്ക് ജോണി ചേട്ടനെ കുറിച്ചും അജുവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു, അനന്യനെ കുറിച്ചും മഞ്ജു ചേച്ചിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഇതിൽ ആരെങ്കിലും ഒരാളെ ഒന്ന് വിളിക്കാൻ കൂടെ ചെയ്യപ്പോ. അത് നല്ല സന്തോഷമാട്ടോ. പിന്നെ മഞ്ജു ഭയങ്കര നല്ലതാ, എന്റെ റിലേറ്റീവാ. അതെയല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കാണാൻ വേണ്ടി ഈ സിനിമയെ പറ്റി പോകുമ്പം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. പുള്ളിക്കാരത്തി മേടിക്കുന്ന പൈസയൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആദ്യമായിട്ട് ഒരു പാലക്കാരി ചേച്ചി വന്നതല്ലേ, ഞാൻ അതുകൊണ്ട് എൻ്റെ ആ റേറ്റിൽ നിന്ന് ഇത്തിരി കൂടെ ഇളവ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഇളവ് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരാളെ കൂടെ കാണുള്ളൂ, അങ്ങനെ എന്തൊക്കെ നിയമപരമായിട്ട് പറയണം അതെല്ലാം എന്നോട് പറഞ്ഞു ആദ്യം തന്നെ. അപ്പൊ എനിക്ക് ഒരു കറക്റ്റ് സ്ട്രക്ചറായി, ക്ലിയർ ആയി. അതൊന്ന്. രണ്ടാമത് കൂടെ വന്നിട്ടോ ഏതറ്റം വരെയും കൂടെ നിന്ന് സഹായിച്ചു. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് ഈ മഞ്ജു ചേച്ചി. എനിക്ക് എന്ത് ഒരു ബഹുമാനം ഉണ്ടെന്നറിയോ. അത് നമ്മളെ നമ്മുടെ കൂടെയാണ്. നമുക്കൊരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നില്ല. അതെ, ഞങ്ങൾക്കൊരു പ്രശ്നം ഒന്നും തോന്നുന്നിടത്താണ് ഓടിയെത്തുക, അല്ലെങ്കിൽ സഹായിക്കേണ്ട അടുത്ത് ഓടിയെത്തുക, അല്ലെങ്കിൽ അവിടെ ഇതോടെ ചെയ്തോ ചേച്ചി അതിങ്ങനെ ചെയ്യുന്ന അഭിനയിച്ചാണേലും എല്ലാരും കണ്ണു നിറഞ്ഞാണ് മഞ്ജുവിനെ ഓർക്കുമ്പോൾ കണ്ണു നിറയുന്ന എന്നെ വിളിച്ചിട്ട് കുറച്ച് പേര് പറഞ്ഞു. അപ്പം അഭിനയം കൊണ്ടാണേലും പേഴ്സണാലിറ്റി കൊണ്ടാണേലും മഞ്ജു പിള്ള എന്ന് പറഞ്ഞ വ്യക്തിനെ നമ്മൾ ബിഗ് സല്യൂട്ട്. അനന്യ എനിക്ക് അത്രയും ഇതില്ല, അഭിനയം കഴിഞ്ഞ് അങ്ങ് പോയി. പക്ഷെ പാവം അത് നമ്മുടെ കൂടെ നിന്നും അഭിനയിച്ചു. അതിൻ്റെതായ ഒരു അന്ന് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നാലും ആ ക്ഷീണം വെച്ചൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അനന്യയുടെ ഡാൻസും കപ്പപ്പണിയൊക്കെ നല്ല മനോഹരല്ലേ. അപ്പം ഇവരാരും എല്ലാരും ചേച്ചി ദൈവാനുഗ്രഹത്താൽ എല്ലാവരും നല്ല രീതിയിൽ ഒരു ടീമിനെ കിട്ടി അല്ലേ? നല്ല ടീമായിരുന്നു. അപ്പൊ നമുക്ക് ആരെ വിളിക്കണം? എന്നാ മഞ്ജു ചേച്ചിനെ ആദ്യം വിളിച്ചു നോക്കിയാലോ? വെരി ഗുഡ്, കിട്ടിയ സൂപ്പർ. ഓക്കെ, അപ്പൊ അന്ന് വിളിച്ചോ. അല്ല, അപ്പൊ എന്റെ ഫോണിൽ നിന്ന് വിളിക്കണ്ടേ? ചേച്ചി നമുക്ക് പ്രാങ്ക് കോൾ ചെയ്യാം. അടുത്ത ഇത് പോണോ? ഷൂട്ടിംഗ് ആണോന്ന് ഡൗട്ട് ഉണ്ട്. ഹലോ, എന്നാ എടുക്കുവാ? ഒറ്റ മിനിറ്റ്. അതെ, ഇയാളുടെ പടം കണ്ടിട്ട് ഞാനിപ്പോ ഒരു ഷോപ്പിംഗ് മോളിലാണേ. അപ്പം പടം കണ്ടിട്ടങ്ങ് ഒരാൾ കരഞ്ഞ് കണ്ണീരടിച്ച് ഒരു സെയിൽസ് പെങ്കൊച്ച് എന്നെ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഒരു വാക്ക് എനിക്ക് മിണ്ടാൻ തരണേന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക. ഞാനിതങ്ങ് കൊടുക്കുക. ഒരു മിനിറ്റ് മതി. ഇതേ കൊടുക്കുന്നു. സ്പീക്കർ ഇട്. ഓക്കെ. ഹലോ, മഞ്ജു ചേച്ചിയാണോ? മഞ്ജു ചേച്ചി, എൻ്റെ പേര് ശാലിനി എന്നാ. ഞാൻ സിനിമ കണ്ടു, എനിക്ക് കുറേ ഇഷ്ടമാണ് മഞ്ജു ചേച്ചീനെ. മഞ്ജു ചേച്ചിയുടെ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ജു ചേച്ചിയെ. അപ്പോഴാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇപ്പം മാഡത്തിനെ കണ്ടത്. അപ്പം ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ഓടിച്ചെന്ന് ഞാൻ സംസാരിച്ചു. വേണ്ടി ഞാൻ കുറേ പറഞ്ഞു മഞ്ജു ചേച്ചിയുടെ അടുത്ത് എൻ്റെ അന്വേഷണം പറയണം, എൻ്റെ ഇഷ്ടം പറയണം എന്നൊക്കെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇത്ര ഇഷ്ടമാണ്, ഞാനൊന്ന് വിളിച്ച്. ഞാൻ ചോദിച്ചു, എനിക്കൊന്ന് വിളിക്കുക, നമ്മളോടൊക്കെ സംസാരിക്കുമോ, ഭയങ്കര ജാടയാണോ, ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണോ, ചേച്ചി ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ. അപ്പൊ എൻ്റെ അടുത്ത് കുറേ പറഞ്ഞു, മഞ്ജു ചേച്ചി പാവാണ്, നമ്മുടെ കൂടെ ഉള്ള പോലെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളെ ഒന്ന് വിളിച്ചു തരാവോ എന്ന്. അപ്പൊ വിളിച്ചു തന്നതാ. താങ്ക് യു സോ മച്ച് എന്റെ സിനിമ കണ്ടതിന്, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിനൊക്കെ താങ്ക് യു കേട്ടോ. ഞാന് ഇവിടെ ഒരു കടയില് നിൽക്ക, സെയിൽസ് ഗേൾ ആണ് ചേച്ചി. ഇവിടെ പാലയില് ഒരു ടെക്സ്റ്റൈൽസിലാണ്. എനിക്കും ഇങ്ങനെ സിനിമയിലൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് ആഗ്രഹം വരും, സിനിമയിൽ അഭിനയിക്കണമെന്നും നിങ്ങളെ പോലെ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യണമെന്നും ഡ്രസ്സ് ചെയ്യണമെന്നും എന്നിട്ട് റീൽസ് ഒക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്കൊന്നും കുറേ ആഗ്രഹം വരും നിങ്ങളെ പോലെയൊക്കെ കാണുമ്പോ. അപ്പം ഓക്കെ ചേച്ചി. അപ്പൊ എനിക്ക് പക്ഷെ നിങ്ങളെ പോലെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനൊന്നും എനിക്ക് പൈസ ഇല്ല ചേച്ചി. എനിക്ക് കുറച്ച് പൈസ തരാൻ പറ്റുമോ? മേക്കപ്പ് ചെയ്യാനോ? മേക്കപ്പ് ചെയ്യാൻ പൈസ തരാൻ പറ്റത്തില്ല. ആണോ? പ്ലീസ്. പൈസ തരാൻ പറ്റത്തില്ല. ഇരിക്കാൻ പൈസ ഇല്ല, അസുഖത്തിന് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പൈസ തരാം. അല്ല ചേച്ചി, എനിക്ക് അതൊക്കെ വേറെ ആരോടെങ്കിലും ചോദിച്ചാലൊക്കെ ആവുമല്ലോ. ഇതിപ്പം നിങ്ങൾക്ക് എനിക്കറിയാവുന്ന ആരോ ആണ് സംസാരിക്കുന്നത്. ഞാൻ രമ്യാണ്, ആങ്കർ.
എനിക്ക് മനസ്സിലായടി പെണ്ണ്. അയ്യോ ഈ അപ്പൂസോ ഇവിടെ എല്ലാം ഈ നമ്മുടെ ലിസി ചേച്ചിയൊക്കെ കൂടിയാണ് എന്നെ കൊണ്ട് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒക്കെ പറയിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു മഞ്ജു ചേച്ചി എന്നെ പറ്റിക്കാൻ പറഞ്ഞോണ്ട് ദൈവമേ, പാവം. ഞാൻ അങ്ങനെ പറ്റിക്കില്ല, കാലം കുറെ ആയില്ലേടി. ഞാൻ പറഞ്ഞു. എനിക്ക് തുടക്കത്തിലേ സംഭവം മനസ്സിലായി, കാരണം നല്ല പരിചയം. എന്നിട്ട് ഞാൻ പറയാൻ തുടങ്ങാം, നീ ഫുള്ള് പറയട്ടെ. ഞാൻ സൈലന്റ് ആയിരുന്ന കണ്ടില്ലേ നീ കുറെ നേരം? എടി കള്ളി, അതൊന്നും അല്ല, മനസ്സിലായൊന്നുമില്ല ചേച്ചിക്ക്. അല്ല, നീ മനസ്സിലായില്ല. സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ഞാൻ ആ ശബ്ദം പിടിക്കുവായിരുന്നേ. എനിക്ക് നല്ല പരിചയമുള്ള സൗണ്ട് ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. നിങ്ങൾക്ക് നല്ല വല്ല കോമ്പയറിങ്ങിനും അങ്ങനെ പൊയ്ക്കൂടെ, നല്ല സൗണ്ട് ആണല്ലോ. എനിക്ക് കള്ളി പെണ്ണേ മനസ്സിലായി. അതെ, ഈ ചാനലുകളിൽ നിന്ന് പൈസ ചോദിച്ച് വിളിച്ച അപ്പൊ മനസ്സിലാവും ഇതെല്ലാം പറ്റിക്കൽസ് ആണെന്ന്. ഞാനിവിടെ ലിസി ചേച്ചിയുടെ വീട്ടിലാ. ലിസി ചേച്ചിയുടെ വീട്ടിൽ ഇവിടെ ലിസി ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നതായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറെ നമ്മുടെ സ്വർഗത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, ഇന്റർവ്യൂവിനിടയിൽ തന്നെയാണ്. അപ്പം ലിസി ചേച്ചി പറഞ്ഞു ഞാൻ വിളിക്കാം. ഇന്റർവ്യൂവിന്റെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ എടുത്തില്ലേ സ്വർഗത്തിന്റെ ഇന്റർവ്യൂ? ആ ഇന്റർവ്യൂവിനിടയിൽ പറ്റിക്കാൻ വിളിച്ചതാ ചേച്ചി, പ്രാങ്ക് കോൾ ആയിട്ട് അങ്ങനെ വിളിച്ചതാ. വിളിച്ചത് കൊക്കെത്ര കുളം കണ്ടിരിക്കുന്നു അല്ലേ? ചേച്ചി ചേച്ചി ഇപ്പൊ എത്രയോ പ്രൊഡ്യൂസേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിരിക്കണു. എങ്ങനെയാണ് നമ്മുടെ ലിസ് ചേച്ചിയെ കുറിച്ച് ഒരു പുതിയ പ്രൊഡ്യൂസർ ഒരൊറ്റ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം എന്തായിരിക്കും ചേച്ചിക്ക് പറയാൻ പറ്റുന്നത്? പറയാൻ പറ്റുന്ന ഹൈലൈറ്റ് ചേച്ചി മറ്റേ പറയട്ടെ ചേച്ചി. എന്താ പറഞ്ഞോളെ പറഞ്ഞോളെ കൈ കൊണ്ട് കാണിക്കണ്ടേ? അതല്ല, ഞാൻ നിങ്ങളെ പോലൊന്നും അല്ല, എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ഞാൻ അടുത്തത് നായികയായിട്ട് അഭിനയിക്കാൻ പോകുന്നതെന്ന് എപ്പോഴും പറഞ്ഞോണ്ട് നടക്കും. അങ്ങനെയും പറഞ്ഞോ? ഉള്ള കാര്യ പറയണേ. ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചി ആക്ച്വലി സ്വർഗം എന്ന് പറഞ്ഞ സിനിമയുടെ കഥ പറയാൻ വരുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ചേച്ചിയെ പോലെ ഒരാള് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു സ്ത്രീ കഥാപാത്രം സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ. അതെ അതെ, ആ ചങ്കൂറ്റം തന്നെയാണ് എനിക്കൊരു എന്താ പറയാ ഇഷ്ടപ്പെട്ട ആദ്യത്തെ ഘടകം. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിംഗ് ആണ്. നമുക്കത് വിജയിക്കോ ഇല്ലയോ, നല്ല സിനിമകൾ പോലും വിജയിക്കാതെ പോകുന്ന സമയമാണ്. അപ്പൊ ആ ഗാംബ്ലിംഗിൽ പങ്കെടുത്ത് വിജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമുക്ക് വീട്ടിലെ സ്വന്തം ചേച്ചിയാ ലിസ് ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലെ സ്വന്തം ചേച്ചിയാ. നമുക്ക് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഒന്നുമില്ല, ആരും അങ്ങനെ പ്രൊഡ്യൂസറിന്റെ വിലയൊന്നും കൊടുത്തിട്ടില്ലെന്നേ ലിസ് ചേച്ചിക്ക്. ആണല്ലേ? ലിസിപ്പെണ്ണൊക്കെ വിളിക്കുന്നത്. അതെ പറഞ്ഞു, എന്തൊക്കെയോ കുറെ പേര്, ബാലചന്ദ്ര മേനോനി, ലിസിപ്പെണ്ണേന്നോ പിശുക്കിന്നോ അങ്ങനത്തെ കുറെ പേര് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ലിസിപ്പെണ്ണ പിശുക്കി പിശുക്കിന്ന് വിളിക്കുമ്പോ എന്താ പറയാ, സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ടിട്ട് നമുക്ക് ഫുഡ് കൊണ്ട് തരിക, നമ്മളെ വെളിയിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു തരിക. ഞാൻ എനിക്ക് പറഞ്ഞു ചേച്ചി എനിക്ക് ഐസ്ക്രീം വേണം, എനിക്ക് ഒരു കാലം ഐസ്ക്രീം മേടിച്ചു തന്നെ. ഓ എന്നാ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, കിട്ടോ നോക്കട്ടെ. ഒരു കാര്യമുണ്ട്, ആര് പറഞ്ഞാലും വാങ്ങിച്ചല്ലോ, ചേച്ചിക്ക് സ്നേഹം തോന്നണം. ചേച്ചിക്ക് എന്നോട് സ്നേഹമുണ്ട്, ഞങ്ങൾ ഒന്നല്ലല്ലോ പാലക്കാരും കൂടിയാണ്, ആ സ്നേഹം പ്രത്യേകിച്ചുണ്ടാവും. തൊട്ടടുത്ത് കിടക്കുന്ന ആളാ ഞാൻ. അല്ല ഞാനത് പറഞ്ഞു, നമ്മളൊക്കെ അതെ പോളണ്ടിനെ കുറിച്ച് പറയില്ല, നമ്മളൊക്കെ ഒരേ ഇതിലുള്ള ആൾക്കാരാണെന്ന്. എന്തായാലും ചേച്ചി മൂവി കണ്ടു കേട്ടോ, നല്ല ചേച്ചിയുടെ പിന്നെ എല്ലാ ക്യാരക്ടറും എല്ലാം ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, നല്ലൊരു സിനിമ കണ്ടു, നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു, നല്ല ഒരുപാട് സന്തോഷം ചേച്ചി. ഓക്കെ ചേച്ചി, അപ്പൊ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണല്ലോ. ഇവിടെ ഉണ്ട് സ്പീക്കറില്ല. എന്നെ കൊണ്ട് അങ്ങനെയൊന്നും അല്ല, എന്നെ കൊണ്ട് ഈ ദുഷ്ടനും ദുഷ്ടത്തിമാരും ഒക്കെ കൂടെ കൂടിയിട്ട്, ഈ ദുഷ്ടത്തിയും ദുഷ്ടന്മാരും എല്ലാരും കൂടെ കൂടിയിട്ട് ചെയ്ത കടും ക്രൂരതയാ. ആ പുള്ളിയുടെ ഐഡിയ ഞാനിതൊന്നും അറിഞ്ഞു പോലുമില്ല. ഇനി മേലെ ഒരു ഇന്റർവ്യൂവിനും വരികയാണ്, ഇത് കൂടി ചതിച്ചേനെ കേട്ടോ, നിനക്കിട്ട് കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എന്നാണ് സന്തോഷം കേട്ടോ. താങ്ക് യു. അപ്പൊ അടുത്ത ഫസ്റ്റ് നമുക്കൊരു റൗണ്ട് പോവാം. റൗണ്ടിന്റെ പേര് MCQ റൗണ്ട് എന്നാണ്. എന്തൊക്കെയാണോ എന്തോ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ വക ഓരോ ചോദ്യങ്ങളാണ്. ഒരു നിർമ്മാതാവ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ദിവസം. ഞാൻ ഓപ്ഷൻസ് തരാം. A സിനിമയുടെ പൂജ നടക്കുന്ന ദിവസം, B സിനിമയുടെ റിലീസ് ദിവസം, C സിനിമയുടെ റിലീസിന്റെ തലേ ദിവസം, D സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്ന ദിവസം. സത്യത്തിൽ 4 ഓപ്ഷൻ പൊട്ടയാ.
കഴിവില്ലെന്ന്. ഇതൊന്നും അല്ല ശരി. പിന്നെന്താ ശരി? പൈസ തിരിച്ചു കിട്ടാത്ത ദിവസം കേട്ടോ പ്രൊഡ്യൂസർ? അപ്പൊ ഇനി മുതൽ ആ ഓപ്ഷൻസ് കേട്ടണം. എന്താ പ്രൊഡ്യൂസർക്ക് എന്താണെന്നറിയോ, ചാനലിന്റെ പ്രൊഡ്യൂസർ ഇത്രയ്ക്കൊന്നും പൈസ ഇറക്കുന്നില്ലല്ലോ. ഇതൊക്കെ ഫുൾ നമ്മുടെ ഇന്റർവ്യൂന്ന് ഫുൾ പൈസ കിട്ടും. പുള്ളി ഇതുവരെ ദാരിദ്ര്യം ഈ വിഷമത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഓപ്ഷനിൽ പോലും അത് വന്നിട്ടില്ല. ഇതിനെതിരെ ഞാൻ പ്രതികരിക്കുന്നതായിരിക്കും. പ്രതികരിക്കുക ചേച്ചി. അവന്റെ അടുത്തൊരു സിനിമ എടുക്കാൻ പറയാം. അത് തന്നെ. അതോടുകൂടി ഇതിനൊക്കെ ചോദ്യം വരുന്ന വേറെ രീതിയിലായിരിക്കും. ശരി, അടുത്തത്. സിനിമാ നിർമ്മാതാവിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം: എ, അഭിനേതാക്കളുടെ സഹകരണ കുറവ്; ബി, ലൊക്കേഷനിലെ പൊളിറ്റിക്സ്; സി, സിനിമാ നിർമ്മാണം എന്നതുകൊണ്ട് പലതിനും ചിലവ് കൂടുന്നത്; ഡി, പ്രൊമോഷൻ പരിപാടികൾ നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ. ഇവിടെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഇതൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷന്റെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നം തന്നെയാണ്. നല്ല ലൊക്കേഷൻ കിട്ടിയില്ലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ പെടും. അല്ല, ഇത് ലൊക്കേഷനിലെ പൊളിറ്റിക്സാ പറയുന്നത്. പൊളിറ്റിക്സ് ഇല്ല, ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇനി ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അത് വലിയ പൊളിറ്റിക്സ് ഒന്നും വന്നില്ല. വന്നാൽ അത് നമുക്ക് നിർത്താനുള്ള കഴിവ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അവിടെ നിൽക്കും. പൊളിറ്റിക്സ് അത്ര പ്രശ്നം വന്നില്ല. പിന്നെ എന്നൊക്കെയായിരുന്നു ഓപ്ഷൻ വെച്ച്? ഒന്ന് അഭിനേതാക്കളുടെ സഹകരണക്കുറവ്, പിന്നെ ലൊക്കേഷനിലെ പൊളിറ്റിക്സ്, പിന്നെ സിനിമാ നിർമ്മാണം എന്നതുകൊണ്ട് പലതിനും ചിലവ് കൂട്ടുന്നത്. ചിലവ് കൂട്ടുന്ന വലിയ പ്രശ്നം തന്നെ, ചിലവ് കൂടിക്കൊണ്ടിരുന്നത്. പ്രൊമോഷൻ പരിപാടികൾ നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ. അതും ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രൊമോഷൻ നിങ്ങളെ പോലുള്ളവരൊക്കെ വന്നോളും, സഹകരിച്ചോളും. എന്ത് പ്രശ്നം? ബുദ്ധിമുട്ടൊന്നും അവിടെയൊന്നും അല്ല. ബുദ്ധിമുട്ട് കിടക്കുന്ന പ്രശ്നം പൈസ കൂടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു 2 കോടി രൂപയിൽ ഒരു ചെറിയ സിനിമ തീർന്നാൽ നമ്മളെ റിസ്ക് പകുതി കുറയുക. മനസ്സിലാവുന്നുണ്ടോ? അത് 2 കോടി നമ്മൾ പ്രതീക്ഷിച്ച 4 കോടിയാ. എല്ലായിടത്തും കൂടുക. അതായത് ലൊക്കേഷന്റെ റെന്റ് കൂടുന്നു, ഡബിങ്ങിന്റെ റെന്റ് കൂടുന്നു, എഡിറ്റിങ്ങിന്റെ റെന്റ് കൂടുന്നു. അവർക്ക് ഇത് നടത്തിക്കൊണ്ട് പോകണേ അവർക്കും പൈസ വേണം. എന്നാൽ അതുപോലെ ആർട്ടിസ്റ്റുകളുടെ പൈസ, അതുപോലെ തന്നെ എന്താണ് പറയുക, മറ്റേ മ്യൂസിക്, അതിൻ്റെ എല്ലാം ചെയ്തു വരണ്ടേ? എല്ലാം ചെയ്തു വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പൈസ കൂടി കിടക്കുന്നുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഏതോ ഒരു സിനിമയുടെ പൈസ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു പോയി. ഒരു ദിവസത്തേന് പോലും 3 ലക്ഷം രൂപയും കൊണ്ടൊക്കെ തീർന്ന സിനിമകൾ പണ്ടൊക്കെ ഉണ്ട്. പണ്ടെന്ന് ഞാൻ ഒത്തിരി നാൾ മുമ്പത്തേന്നുമല്ല, 10 ലക്ഷത്തിന് തീർന്നുകൊണ്ട്, 50 ലക്ഷത്തിന് തീർന്നുകൊണ്ട്. അതൊക്കെ അവരുടെ റിസ്ക് എത്ര കുറയുമെന്നറിയോ? ഇപ്പോൾ ഒരു ആവറേജ് സിനിമ ഒരു 2 കോടിക്കൊക്കെ തീർന്നാൽ റിസ്ക് ഇല്ല. ഒരു ചെറിയ സിനിമ 2 അപ്പം ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് നോക്കണം, അവരുടെ പൈസ കൊടുക്കണം. അത് തന്നെ ഒരുമാതിരി മാന്യമായിട്ട് എടുക്കണേ 1 കോടി രൂപയെങ്കിലും ഏറ്റവും കുഞ്ഞ് കാസ്റ്റിങ്ങിന് തന്നെയാവും. പിന്നെ ഷൂട്ടിങ് 30 ദിവസം ഉണ്ടെങ്കിൽ മിനിമം 1 കോടിയെങ്കിലും അതിനാവുക. ഇതെവിടെയാണ് കുറയുന്നത്? 3 ലക്ഷത്തിന് മുകളിലാണ് ഒരു ദിവസത്തെ ഈ പറഞ്ഞ ലൊക്കേഷൻ നമുക്കൊക്കെ ചിലവായിരിക്കുന്നത്. അപ്പം പൈസ കയറുന്ന വഴി കണ്ടോ? അപ്പൊ ഈ പറഞ്ഞ സിനിമയുടെ ചെലവുകൾ കുറച്ചുകൂടെ കുറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ സാധാരണക്കാരായ നല്ല മനുഷ്യര് സിനിമ എടുത്തേ. അതൊരു കറക്റ്റായ കാര്യം. അപ്പം ആർട്ടിസ്റ്റുകളും റേറ്റ് ഒക്കെ ഒന്ന് കുറച്ച് തന്നിരുന്നെങ്കിൽ, പിന്നെ മൊത്തത്തില് സാധനങ്ങൾ എല്ലാം ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എല്ലാം കുറച്ചുകൂടെ അതായത് ഇപ്പൊ പറയുന്ന പൈസ ഇപ്പം ഇന്ന ആൾക്ക് ഇന്നതാന്ന് പറഞ്ഞാൽ ഇന്ന പൈസയാ. ആർട്ടിസ്റ്റുകൾ തന്നെയല്ലേ, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മുടെ ഈ സിനിമയ്ക്കകത്തൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ ആർട്ടിസ്റ്റിന് അവർ വെച്ചേക്കുന്ന റേറ്റ് ഉണ്ട്, അതൊക്കെ. പിന്നെ ഈ പറഞ്ഞ എല്ലാ മേഖലയ്ക്കും അതല്ലേ, സ്റ്റുഡിയോകളുടെ റെന്റ്, അല്ലെങ്കിൽ RRന്റെ ഒരു പൈസ, അല്ലെങ്കിൽ നമ്മളോട് എല്ലാവരും വിട്ടുവീഴ്ച ചെയ്ത് ആദ്യത്തെ സിനിമയായതുകൊണ്ട് നമ്മളെ പറ്റുന്ന പോലെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അതിനെ നമ്മൾ കാണുന്നു ബഹുമാനത്തോടെ. എന്നാൽ പോലും ഒരു സിനിമ ആകുമ്പോഴത്തേനും ഒരു തുകയാവും. ഈ പ്രൊമോഷന്റെ സമയത്ത് ആർട്ടിസ്റ്റുകളെ എല്ലാവരും കൂടെ കൊണ്ടുവരിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു ബുദ്ധിമുട്ട് ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ട്? ഒത്തിരി എല്ലാവരോടും ഒന്നിച്ച് വന്നതൊന്നും അങ്ങനെ നടക്കില്ല. കാരണം അവരിപ്പം ഇന്ന് തന്നെ ഉദാഹരണം, നാളെ ഒരു വലിയ പ്രോഗ്രാമിന് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒത്തിരി നല്ലതാന്ന് പറഞ്ഞാലും ഇവര് ചിലപ്പോൾ ഷൂട്ടിങ്ങിന് മദ്രാസിലായി. അപ്പൊ ഇവരെ അതേപടി കിട്ടണമെന്നില്ല. ഉള്ളവരെ വെച്ച് നമ്മൾ ഉള്ളത് ചെയ്യാന്ന് ഇവിടെയൊക്കെ പോകുമ്പോഴേ ഉള്ളൂ. നമുക്ക് ചിലപ്പം 2 പേരെ കിട്ടും, അവരെ കൊണ്ട് പോകും. ചിലപ്പോൾ ഒരാളെ കിട്ടും, അവരെ കൊണ്ട് പോകും. ചിലപ്പോൾ ആരെയും കിട്ടാതെ ഞാൻ തന്നെ എത്ര അടുത്ത് പോയി. അപ്പം കാരണം ഞാൻ ചെന്ന് പറയുകയാണ് നമ്മുടെ ഒരു പുതിയ സിനിമയാണ്, അപ്പൊ ഇത് പറ്റുന്ന ചെയ്യാന്ന് ഇന്നത്തെ കാലത്ത് പറ്റുള്ളൂ. കാരണം നമ്മുടെ ഒരു സിനിമ അഭിനയിച്ചിട്ട് ഇവരോട് 3 മാസം എപ്പോഴും നമ്മളോട് വരണമെന്ന് പറഞ്ഞാൽ അവർ വരുമോ? അവരടുത്ത വർക്കിന് പോകും. പറ്റുന്നിടത്ത് ഈ ആർട്ടിസ്റ്റൊക്കെ പറ്റുന്ന പോലെ എത്തി. അവരെല്ലാരും സഹകരിച്ചു, അതേ നടക്കും. പിന്നെ ഒത്തിരിയും കിട്ടാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന് ഞാൻ തന്നെയാണ് ഒരു പരിധിവരെ കിട്ടാത്തയാള്. പലപ്പോഴും യാത്രയൊക്കെ ആകുമ്പോൾ കിട്ടുന്നില്ല. മഞ്ജുവും ജോണിയാനിച്ചനും ഒക്കെ പറ്റുന്ന പോലെ വന്നു. അനന്യനെ പല യാത്രകൾക്ക് ഒത്തിരി കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ. ഒരു പ്രൊഡ്യൂസർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം: സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം, റിലീസ് ദിവസം, സിനിമ ഒരാഴ്ച തികയുന്ന ദിവസം, സിനിമ ഹൗസ്ഫുൾ ആകുന്ന ദിവസം.
ഇത് രണ്ടും ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ ഒന്നിനും ഒന്നുകൂടെ അനുവദിക്കുക. ആദ്യത്തെ സിനിമ എടുത്ത ആളല്ല ഞാൻ. നിങ്ങളുടെ പ്രൊഡ്യൂസറോട് ചോദിക്കും, രണ്ടും അറിയാവുന്ന കേട്ടോ. പ്രൊഡ്യൂസറിന്റെ ഒരു കാര്യം ഈ മനുഷ്യനൊരു ഒരു മര്യാദ കാണിക്കണം. അതെ, മര്യാദ ഇല്ലാത്ത അത് തന്നെ, മര്യാദ ഇല്ലാത്ത പ്രൊഡ്യൂസർ. അതെ, പറഞ്ഞു അത് തന്നെ, മര്യാദ ഇല്ലാത്തൊരു പേരും ആപ്പൂസ്, ആർക്കും ഇല്ലാത്തൊരു പേരും. അത് തന്നെ കിടക്കട്ടെ അവിടെ. ഇതിനകത്ത് രണ്ട് സംഭവം. ഒന്ന്, റിലീസ് ആകുന്ന ദിവസത്തിന് നമുക്ക് വലിയ പ്രത്യേകതയുണ്ട്, ഇല്ലെന്ന് പറയാ. അതായത് നമ്മളൊരു 1.5 വർഷത്തെ അധ്വാനത്തിന്റെ സ്ക്രീനിലേക്ക് വരുമ്പം അതിന്റെ ഒരു അവസ്ഥ പറയാതിരിക്കാൻ പറ്റും നല്ലത്. 2 ഹൗസ്ഫുൾ എന്ന് കാണുന്നത്. അതുകൊണ്ട് ഞാൻ 2 തരം. അല്ലെങ്കിൽ ഞാൻ ഒറ്റ വാക്കിലെന്ന് പറഞ്ഞോളാം. ഇതിനെ സംക്ഷിപ്തമായി മേർജ് ചെയ്തിട്ട് റിലീസായി ഹൗസ്ഫുൾ ആയ സമയം. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ പ്രൊഡ്യൂസർക്ക് ഇടാൻ പറ്റില്ലായിരുന്നോ? ഇടാം, ദുഷ്ടൻ അവനിട്ടില്ല. തീരുമാനം ഉണ്ടാക്കും. ഇതുപോലെ 2 ഓപ്ഷൻ തരാതിരിക്കാൻ വേണ്ടിട്ടാണ്. കാരണം അടുത്ത ടാസ്ക് കയറണം. ചേച്ചിയെ കൊണ്ട് പനിഷ്മെന്റ് ഞാനാരാ മോള്? അവന്റെ കളി എന്റെ അടുത്താ. അടുത്ത ചോദ്യം, ഒരു പ്രൊഡ്യൂസർ എങ്ങനെ ആയിരിക്കണം? സ്ട്രിക്റ്റ്, മെച്യൂർഡ്, ഡിസിപ്ലിൻഡ്, പിശുക്കൻ എന്നാണ്, അപ്പൊ പിശുക്കി, പിന്നെ ഫൺ ലവിങ്. നമുക്കൊരു ശരിക്കും പറഞ്ഞ ലവിങ് പേഴ്സൺ ആവശ്യം. കാരണം എന്ന് വെച്ചാൽ ഫണ്ടെല്ലാം കൂടെ വാരി കൊടുക്കുന്നതല്ല, നമുക്ക് ഇവരോട് ആരോടും സ്ട്രിക്റ്റ് ആയിട്ടൊന്നും നേടാനില്ല. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. ഇവരോടെല്ലാം മര്യാദ പഠിപ്പിച്ചും പേടിപ്പിച്ചും നടക്കുന്ന നല്ല സിനിമ അതല്ലല്ലേ നമ്മുടെ ഒന്നും ആറ്റിറ്റ്യൂഡ്. ഞാൻ ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രീഡം കൊടുത്തു, കാസ്റ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് ഫ്രീഡം കൊടുത്തു. ഞാൻ നോക്കി പോലില്ല പലയിടത്തും. പിന്നെ എന്താണ്, കോസ്റ്റ്യൂമിന് അവരുടെ ഐഡിയക്ക് വിട്ടു. ഞാൻ അതിൽ ഔട്ട്ലൈൻ നോക്കിപ്പോയതു. പിന്നെ ക്യാമറാമാൻ അദ്ദേഹം ലെജൻഡാണ്, അദ്ദേഹത്തിന്റെ ഐഡിയ ചെയ്യുന്നതിന് ഞാൻ സൈലന്റ് ആയി കാണുകയത്. ഇവിടെയൊക്കെ നമ്മളൊരു സ്ട്രിക്റ്റ് സ്വഭാവമല്ല വേണ്ടത്. അവരെ കൂട്ടി ഇണക്കി കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. എത്ര ടീമാണ് നിൽക്കുന്നത്, ക്യാമറാന്റെ ഒരു ക്രൂ, അതുപോലെ തന്നെ ഡബിങ്ങിന്റെ ഒരു ക്രൂ, എഡിറ്റിംഗ്, ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ടല്ലോ. ഓൺ ദ സ്പോട്ട് എഡിറ്റിംഗ് വരെ നടക്കുകയാണ് പലയിടത്തും. അപ്പോൾ സ്പോട്ട് എഡിറ്റിങ്ങിന്റെ ഒരു ടീം, പിന്നെ ഭക്ഷണം തരുന്നവരോ, നമുക്ക് പ്രൊഡക്ഷൻ ടീം, വണ്ടികൾ എത്രയാ, ഡ്രൈവർമാർ എത്രയാ. ഇത് എന്നാ വലിയൊരു സംഭവമാണ് ഇത്. ഓരോ ദിവസവും ഒരു വീട്ടിലൊരു കല്യാണം നടത്തിയിട്ട് ഒരു ദിവസം നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 1 മാസമൊക്കെ ഈ ഇത്രയും പേരെ വഹിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് നമ്മൾ. ശരിക്കും അത് കുഞ്ഞല്ല. അവിടെ ഒരു ഭിന്നത വന്നാലോ, നമ്മൾ ആവശ്യമില്ലാത്ത തലവേദന കൊടുത്താലോ അവരുടെ എല്ലാം ആ ക്വാളിറ്റിയെ കുറയുള്ളൂ. നമ്മൾ അതിന് പകരം അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിട്ട് അവരുടെ കൂടെ നിൽക്കുക. പക്ഷെ പൈസയെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അല്ലെ ഒരിടത്തും നിൽക്കില്ല. ഈ പറഞ്ഞ ആർക്കും വലിയ റിസ്ക് ഒന്നും അതിൻ്റെ അകത്തില്ല, അതുള്ളത് ഞാൻ പറയാം. പിന്നെ എന്നോട് ആദ്യം വന്നതുകൊണ്ടും പാവപ്പെട്ട ചേച്ചി കിടന്ന് 10-15 പേര് അധ്വാനിച്ച പൈസയാണെന്നുകൊണ്ട് ഇവരുടെ അച്ഛനെ ശ്രദ്ധിച്ചെന്ന് നമ്മളോട് കൂടെ നിന്നു. ചിലർക്ക് അത് കാണുകയും ചെയ്യും. എല്ലാ സിനിമയിലും അവർ സൂക്ഷിക്കുമായിരിക്കും, പക്ഷെ അതൊന്നും ഇവരുടെ വലിയ ഭാഗമൊന്നും അല്ലത്. നമ്മളോട് പറയുന്ന പൈസക്ക് തീർത്തു തരണമെന്നോ, അപ്പം എന്നോട് പറഞ്ഞ പൈസക്ക് ഇത് തീർത്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം, എന്നാൽ ഇവരെ എല്ലാം നമ്മൾ കരുതി കൊണ്ടു നടക്കുകയും ചെയ്യണം. അതാണ് സത്യം. അപ്പൊ അങ്ങനെ എന്ന എല്ലാം കൊണ്ടും ഇത് ഉടനെ തന്നെ സ്വർഗം പോലത്തെ തന്നെ നല്ല ഐശ്വര്യമുള്ള പേരുമായിട്ട് വീണ്ടും ഇതേപോലത്തെ നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ക്ലാസ് മൂവി ആയിട്ട് വീണ്ടും വരട്ടെ. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെ അടുത്ത് 15-16 പേരുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ. അപ്പോൾ ആ പ്രൊഡ്യൂസേഴ്സിന്റെ എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ അന്വേഷണം പറയാ. എല്ലാവരും കൂടെ സജീവമായിട്ട് വീണ്ടും മലയാള സിനിമയിലേക്ക് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു. പ്ലീസ് റിപ്പീറ്റ്. എന്താ അതപ്പോ ആ പ്രൊഡ്യൂസർമാർക്ക് ഒരു പ്രചോദനമാവും. കാശ് മുടക്കിയിട്ട് മേലോട്ട് നോക്കി നിൽക്കുന്ന കുറച്ച് പ്രൊഡ്യൂസർമാർക്ക്. അപ്പോൾ ഇപ്പോൾ ചേച്ചിയുടെ കൂടെ നിന്ന് ബാക്കി എല്ലാ 15 പ്രൊഡ്യൂസേഴ്സും നിങ്ങളുടെ വെച്ച കാലം മുന്നോട്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള നല്ല മൂവീസ് ആയിട്ട് നിങ്ങൾ വീണ്ടും വരൂ. ഞങ്ങൾ ഇവിടെ നല്ല പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് ഇനി വലിയ വിഷമം വരികയല്ല. ഈ വാക്കോടുകൂടി അവർക്കൊരു സന്തോഷമായി അല്ലേ? ഇത് ആദ്യം ടെലികാസ്റ്റ് ചെയ്യണേ, ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ, ക്ലൈമാക്സ് എടുത്ത് ആദ്യം ഒന്നിടൂ. അതാണ് സിനിമ. അപ്പോൾ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു രമ്യ, നിങ്ങളുടെ അപ്പു ആൻഡ് ടീം എല്ലാവർക്കും കേട്ടോ. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചെറിയ മൂവീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്നെ വിളിക്കുകയും നിങ്ങൾ ഇവിടെ നമ്മുടെ വീട്ടിൽ വരികയും സമയം കണ്ടെത്തി നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് ഇറങ്ങിയാൽ എല്ലാവരും കൂടെ നിൽക്കും തന്നെയാണ്. അപ്പൊ ഒത്തിരി നന്ദി നിങ്ങളുടെ ടീമിന് എല്ലാവർക്കും. നിങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾക്ക് ഇടുമ്പോൾ ഞങ്ങളുടെ ലോകം മുഴുവനുള്ള ബന്ധങ്ങൾ ഞങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും സാധ്യതയുണ്ട്. എന്റെ പാലക്കാരി എന്നും ഇങ്ങനെ 25 വയസ്സിൽ സുന്ദരിയും സുമുഖിയും സുശാങ്കിയും സുശീലയും എല്ലാമായിട്ട് നിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബൈ.